السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്മായ ഫضل കൊണ്ട് നമ്മെല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അല്ലാഹു ചേർക്കട്ടെ. ശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറയായതുകൊണ്ട് അതിൻ്റെ ആശയവും അർത്ഥമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ പഠിക്കാൻ ഒരുങ്ങാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്തും നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു യാസീൻ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ ഇബ്നു കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത്, അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറഅ ഹാമീം അല്ലതി യുദ്കറു ഫീഹാ അദ്ദുഖാൻ യൗമ തഅതി അസ്സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞ ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്ത്, ദുഖാൻ എന്ന് പരാമർശിക്കപ്പെട്ട ആ ഹാമീം അതാരെങ്കിലും ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അയാൾക്കും നാളെ നേരം വരുമ്പോൾ അല്ലാഹു തആല പാപമോചനം നൽകിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാദുഹു ജയ്യിദുൻ, അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ്. പാപങ്ങൾ പൊറുക്കപ്പെടലാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും
ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ, ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ, ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പടച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ്. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്തു യാസീൻ രാത്രി ഓതുന്നത്, സൂറത്തു ദുഹാൻ രാത്രി ഓതുന്നത്. നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് അതിന്റെ പുണ്യം. നമ്മൾ സ്ഥിരമായിട്ട് വിറുദിന്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും. യാസീനും തബാറക്കയും സൂറത്തുൽ വാഖിഅയും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് നിലനിർത്തിപ്പോലെ ആ ഓതുന്ന ഇബാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ, ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അതിന്റെ പുണ്യം. അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഭാഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ യാസീൻ. രാത്രി ഓതിയാൽ ഇങ്ങനെയാണ്. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ സഹാബി ജുൻദുബ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗുഫിറ ലഹ്. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി യാസീൻ ഓതിയാൽ നേരം പുലരണം എന്ന് കാത്തിരിക്കേണ്ടി വരില്ല, അതിന്റെ മുമ്പേ അല്ലാഹു പാപമോചനം നൽകുമെന്നാണ്. ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ മഹാഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്പൈൽ ചെയ്തിട്ടുണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവരുടെ മുസ്നദ്. ആ മുസ്നദിൽ ഉദ്ധരിക്കുന്ന വളരെ അത്ഭുതകരമായ ഹദീസാണ് അൽ ബഖറത്തു സിനാമുൽ ഖുർആനി വദിർവതുഹു. സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് സിനാമുൽ ഖുർആനി വദിർവതുഹു. സിനാം എന്നാൽ ഒട്ടകത്തിന്റെ ഹമ്പിനാണ്, പൂഞ്ഞയ്ക്കാണ് സിനാം എന്ന് പറയാൻ. ഒരു ഒട്ടകത്തിന്റെ വിലമതിക്കുന്നത്, ആ ഒട്ടകത്തിന്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിന്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് എന്നുള്ള പറയാം. അതിന് ഹമ്പായതുകൊണ്ട് റോട്ടിലെ സാധനത്തെ നമ്മൾ ഹമ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒറിജിനൽ ഒട്ടകത്തിൻ്റെതാണ്. ആ ഹമ്പ് അതിന്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിന്റെ ഭംഗിയും അതിന്റെ നിലവാരമൊക്കെ. വിശുദ്ധ ഖുർആനിന്റെ ഭംഗി, അതിന്റെ ചമൽക്കാരം സൂറത്തുൽ ബഖറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നസല മഅ കുല്ലി ആയത്തിൻ മിൻഹാ 80 മലക്കൻ. സൂറത്തുൽ ബഖറയുടെ ഓരോ ആയത്തിറങ്ങാനും 80ഓളം മലക്കുകൾ അതിനെ അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തുഖ്രിജത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയെ അല്ലാഹു തആല പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് അല്ലാഹു എടുത്തതാണ് ആയത്തുൽ കുർസി. ഫൗസിലത് ബിഹാ, അങ്ങനെ അത് സൂറത്തുൽ ബഖറയോട് ചേർത്ത് വെച്ചതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയാസീൻ ഖൽബുൽ ഖുർആൻ. യാസീൻ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ ഹൃദയമാണ്, ഖൽബാണ്. യാസീൻ ഖുർആനിന്റെ ഖൽബാണ്. ഖൽബിലാണ് ഈമാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വ ഹാഹുന വഅശാറ ഇലാ സദ്രി. ഖൽബിലാണ്, ഹൃദയത്തിലാണ് തഖ്വയുണ്ടാവുക. ഖൽബിലാണ് ഈമാൻ കിടക്കുന്നത്. ഖൽബിലാണ് നമ്മുടെ അഖീദ കിടക്കുന്നത്. അർക്കാനുൽ ഈമാൻ മുഴുവൻ കിടക്കുന്നത് ഖൽബിലാണ്. ആ ഹൃദയത്തിന് സമാനമായ ഖുർആനിന്റെ ഭാഗമാണ് സൂറത്തു യാസീൻ. എന്നിട്ട് പറഞ്ഞു, ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറത ഇല്ലാ ഗുഫിറ ലഹു. അല്ലാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്തു യാസീൻ ഓതിയാലും അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. വഖറഊഹാ അലാ മൗതാകും, നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതുക. വഖറഊഹാ, നിങ്ങൾ അതിനെ ഓതണം. അലാ മൗതാകും, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം. ഒക്കെ ശിർക്കാണ്, കുഫറാണ്, പാടില്ല, ഹറാമാണെന്നൊക്കെ പറയുന്ന ആളുകൾ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവരുടെ തഫ്സീറിൽ സൂറത്തു യാസീനെ വ്യാഖ്യാനിച്ചു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ മഹാന്മാർ ഉദ്ധരിക്കൂല. അതുമാത്രമല്ല, അല്ലാമ നസാഇ റഹിമഹുല്ലാഹ്
ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ അഅല അൻ മുഅ്തമർ ഇബ്നു സുലൈമാൻ, ആ റിവായത്തിലൂടെ മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖറഊഹ അലാ മൗതാകും. നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ, നമ്മളൊക്കെ പറയില്ലേ, നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ വാപ്പാക്ക് ഒരു യാസീൻ ഓതുന്ന കുട്ടിയാവണം അല്ലേ? ഇതാ പറഞ്ഞെടുക്കുമ്പോൾ യാസീൻ ഓതേ, ഇതൊക്കെ കുഫ്റല്ലേ, ശിർക്കല്ലേ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ഇഖ്റഊഹ അലാ മൗതാകും. മരിച്ചുപോയവർക്ക് ഓതി കൊടുക്കണം. എന്തേ? അതിന്റെ പുണ്യം ഓതുന്ന ആർക്കും കിട്ടാനും ആർക്ക് വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും നിങ്ങൾ ഓതിയേക്കണം. അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാന്മാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ്. ഇഖ്റഊഹ അലാ മൗതാകും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ സൂറ യാസീൻ, അൽ ബഖറയെ കുറിച്ചും യാസീനെ കുറിച്ചും പറഞ്ഞ ഹദീസാണത്. പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യാസീൻ, മഹാനായ മഅഖബ് ബിൻ അസാർ റളിയല്ലാഹു അൻഹു അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, യാസീൻ ഓതണം എന്നാണ് തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാസീനൊക്കെ നമ്മൾ മരിച്ചയുടെ പേരിൽ ഓതുന്നുണ്ട്. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു പാപമോചനം നൽകി ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹദീസ് വന്നിട്ടുണ്ട്. മരണം ആസന്നമായ ആളുകൾ ഈ ഹദീസ് വഴിയെ വരും. ചില മഹാന്മാർ ഈ ഹദീസിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. കുഴപ്പമില്ല. قال بعض العلماء من خصائص هذه السورة, ഈ സൂറയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നഹ ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഹു അല്ലാഹ്. ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു, ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലേ? കൂടെയുള്ള മാനേജർ ജോലി പോകാൻ വേണ്ടി അങ്ങനെ എന്തോ ഓർക്കല്ലേ, അയാളെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയത്, മുമ്പ് 2 ജോലിക്ക് പോകാൻ വയ്യ. അതല്ല, ഓരോരുത്തരും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. നമുക്കൊരു പ്രയാസമുണ്ട്, റബ്ബേ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം. സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, മാനസികമായൊരു പ്രയാസം വന്നു, വേഗം യാസീൻ ഓതുക. അള്ളാഹുവിനോട് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചതമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരയണമേ. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നു പോരുന്നത് അല്ലെ? ഏത് വിഷയത്തിലും യാസീൻ ഓതി ദുആ ഇരിക്കാന്ന് പറയില്ലേ? നമ്മൾ പറയും പടച്ചോൻ അൽ ഫാത്തിഹ, ഇതിപ്പോ ഉസ്താദ് ഖുൽ ഹുവല്ലാഹു ആണോ തുടങ്ങണത്, യാസീനാണോ? പടച്ച റബ്ബേ, യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാണ്. മേലേതല പോയി യാസീൻ ഓതാൻ മാക്സിമം 10 മിനിറ്റ് മതി അല്ലേ? അത്രേ വേണ്ടു, 10 മിനിറ്റ്. നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം. ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആലിമീങ്ങളെ ചെയ്യുന്നുള്ളൂ അല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഹദീസൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ആരാ യാസീൻ ഓതുന്നത്? യാസീൻ ഓതി ദുആ ചെയ്യണം. لا تقرأ عند أمر عسير إلا يسره الله تعالى. അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കി തരുക തന്നെ ചെയ്യും. وكأن قراءتها عند الميت, മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ ലിതനസ്സുലി റഹ്മതി വൽ ബറക, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, ഇതാ ഈ ഓക്സിജൻ എടുത്തു മാറ്റിയാൽ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീൻ ഓതാം. പരിസരത്തുള്ള ആളുകൾ യാസീൻ ഓതാൻ തുടങ്ങണം. ലിയസ്ഹുല അലൈഹി ഖുറൂജുർ റൂഹി, റൂഹ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ അരികത്തുള്ളവർ ഓതി കൊടുക്കണം എന്ന് ഉലമാ പറയുന്നുണ്ട്. ആ വാക്കിന് നേരെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ അവരുടെ മേൽ നിങ്ങളിത് ഓതിക്കൊടുക്കണം. അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, ലവദിത്തു അന്നഹ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മതി. മഹാനായ ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്,
ലവദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു അന്നഹ ഈ സൂറ യാസീൻ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. നമ്മൾ യാസീൻ മനഃപ്പാഠമാക്കണമെന്ന് തങ്ങൾ പറയണത് ആ പറഞ്ഞ രീതി നോക്കി ലവദിത്തു എന്റെ ആഗ്രഹം അതാണ് കേട്ടോ, എല്ലാവരുടെ ഹൃദയത്തിലും യാസീൻ ഉണ്ടാവണമെന്ന്. അപ്പൊ നമ്മൾ കുട്ടികളോട് യാസീൻ പഠിച്ചേ പറ്റൂല്ലെങ്കിൽ നാളെ 10 അടിയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. ലവദിത്തു മോനാ യാസീനൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ അപ്പാക്ക് നല്ല സന്തോഷാവും കേട്ടോ, മോനത് പഠിക്കണം എന്നാണ് വാപ്പയുടെ ആഗ്രഹം. ലവദിച്ചു സ്നേഹത്തോടുകൂടെ പറയാ, എനിക്ക് കൊതി തോന്നുന്നുണ്ട് ഈ യാസീൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട സ്വഹാബി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ലവദിച്ചു മനഃപ്പാഠമാക്കണം. കൂലിയുള്ള സൂറത്താണ്, ഒരുപാട് മഹത്വമുള്ള സൂറയാണ്, നിങ്ങൾ എന്തായാലും മനഃപ്പാഠമാക്കിയേ പറ്റൂ എന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ തങ്ങൾ പറഞ്ഞത് എങ്ങനെ? ലവദിത്തു എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും അത് പഠിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മറന്നുപോയ ആളുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. അത് ദിവസവും ഓതിക്കഴിഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് അതിന്റെ പുണ്യം ജീവിതത്തിൽ മുജറബ അനുഭവിച്ചറിയാനുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, യാസീൻ ഓതുന്ന സമയത്ത് ധൃതി പിടിച്ച് ഓതരുത്. ഖുർആൻ ഒരിക്കലും ഒരിടത്തും ധൃതി പിടിച്ച് ഓതരുത്, എവിടെയായിരുന്നാലും. ഖുർആൻ ഒരു സദസ്സിൽ ഓതപ്പെടുകയാണ്, വാപ്പയുടെ ഉമ്മയുടെ ആണ്ടാണ്, അവരുടെ പേര് ദുആരക്കാൻ വേണ്ടി വന്നതാണ്. ഉസ്താദുമാർക്ക് വലിയ തിരക്കുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ഉസ്താദ് ഓതിപ്പോയാൽ എന്ത് ചെയ്യണം? കൂടെയുള്ള ആളുകൾ മെല്ലെ ഒന്ന് ഉസ്താദിന്റെ സൂചന കൊടുക്കുക, മെല്ലെ ഊതല്ല ഉസ്താദെ, നമ്മൾ സേവ് ചെയ്യുന്നത് ആകെ 2 മിനിറ്റ് ആയിരിക്കും. ഈ പടപടാന്ന് ഓതിയിട്ട് 2 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊന്ന് സാവധാനത്തിൽ ഓതുക. ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. സ്പീഡിൽ ഓതിയ യാസീൻ കിട്ടും, സ്ലോ ഓതിയ യാസീൻ പഴക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അല്ലെ. സ്പീഡിൽ ഓതുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും, മെല്ലെ ഓതി ആകെ എല്ലാ മുബീനും പഴച്ചു പോകും. അപ്പൊ ഓതുന്നതേ സ്പീഡിലാണ്, അങ്ങനെ ഓതരുത്. മെല്ലെ ഉറച്ചിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയെ, ഭാരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇറക്കിത്തരാൻ പോകുന്നുണ്ട്. ഒരുപാട് ഭാരം അങ്ങേക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ. അതിന് മുന്നോടിയായി വറത്തിലിൽ ഖുർആന തർതീല, ഈ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ. എന്തേ? വരാനുള്ള ഭാരം നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും. വലിയ ഭാരം വരാൻ പോകുന്നുണ്ട്, ആ ഭാരം താങ്ങണമെങ്കിൽ ഖുർആൻ നേരെ ഓതിക്കോളി നബിയെ, മനോഹരമായിട്ട് ഓതണം. നബി തങ്ങളോടാ ഖിതാബ്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ. ഇനി നമ്മളോടാ ഖിതാബ്, നമ്മളോട് പറയാം, ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ഖുർആൻ തർത്തീലാക്കി ഓതണം. നാട്ടിലെ ഉസ്താദ്മാരോടാണ് ഇത് കാര്യമായിട്ട് പറയേണ്ടത്. യാസീന് വല്ലാത്ത സ്പീഡ്, ബാക്കിയുള്ളതൊക്കെ വളരെ സ്ലോയില്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കുടുങ്ങണ പോലെ അങ്ങനെ ആയിപ്പോവരുത്. യാസീൻ മെല്ലെ ഓതാവും, സാവധാനമേ ഓതാവും. അതിന്റെ വഖഫുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതണം. പിന്നൊരു വിഷയം, ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ സാധാരണ ഖുർആനിൽ അഹ്ദുനാ ബിൽ ഖുർആൻ, നമ്മുടെ ഖുർആനുമായി നമ്മുടെ ബന്ധം ഏതാനും എണ്ണപ്പെട്ട സൂറകളിൽ ഒതുങ്ങിപ്പോവരുത്. ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ യാസീൻ ഓതുന്നു, അൽ ബഖറ, ഞാൻ യാസീൻ ഓതുന്നുണ്ട്, തബാറക് ഓതുന്നുണ്ട്, അൽ വാഖിഅ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ ദഹ്ർ ഇതൊക്കെ ഓതുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതോ ഒന്ന് പേറം നല്ല ഓതാറുണ്ട്. ഇപ്പൊ സാധാരണ അങ്ങനെയല്ല. ഖുർആനിൽ നിന്ന് നമ്മളുമായുള്ള ബന്ധം ഈ എണ്ണപ്പെട്ട സൂറത്തുകളിൽ ഒതുങ്ങരുത്. അത് വിർദുകളുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, പ്രത്യേകമായി സൂറത്തുകളൊക്കെ ഓതുന്ന ആളുകൾ, അതിനപ്പുറത്തേക്ക് ഒന്നും ഓതാൻ അവർക്ക് സമയം കിട്ടില്ല. എന്നാൽ ഒരൽപ്പം സൂറത്ത് സ്വാഫാത്ത് അങ്ങ് ഓതുക, സൂറത്ത് ഖാഫ്, എല്ലാം പുണ്യമുള്ളതാണ്. ചിലതിന്റെ ശ്രേഷ്ഠതകൾ അല്ലാഹു തആല പറഞ്ഞിരുമ്പോ അതിലേക്ക് ഒതുങ്ങരുത്. എന്ത് ചെയ്യാ? അപ്പുറപ്പുറം ഖുർആൻ ഓതുക. അതുകൊണ്ടാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം, ഖത്മുൽ ഖുർആൻ ചെയ്താൽ, ഖുർആൻ മുഴുവനുള്ള ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെക്കണം. എന്നാ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടിപ്പോവരുത്. പിന്നെന്ത് ചെയ്യണം? ഒരു ഫാത്തിഹെങ്കിലും അൽ ബഖറയിൽ ഒരു 10 ആയത്തെങ്കിലും മിനിമം ഓതി വെക്കുക. ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ബാക്കിയും കൂടെ ഓതാൻ ഇനി വരും, ഞാൻ തുടങ്ങി വെക്കുകയാണ്. അതൊരു തഫാഉലാണെന്ന് പറയും. എന്ന പോലെ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നമ്മൾ ചില സൂറത്തുകൾ ഒതുക്കരുത്. ചില നിസ്കാരത്തിൽ എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ്, ഇന്നാ ഇദാ ജാഅ നസ്റുല്ലാഹ്, ഇതിനപ്പുറത്തേക്ക് ഒന്നും ഓതൂല.
അങ്ങനെ ആയിപ്പോവരുത്. പല ഫ്ലേവറുമുണ്ട് ഖുർആനിൽ, പല ടേസ്റ്റും കിട്ടുന്ന പോലെ. ഓരോ സൂറത്തിനും ഓരോ മധുരമാണ്. ചില ആയത്തുകളുടെ രീതിയും അതിന്റെ വലുപ്പവും ലെങ്തും കുറഞ്ഞതും കൂടുന്നതും ഒക്കെ വളരെ മനോഹരമായ മധുരിമ നൽകുന്നതാണ്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1-2 സൂറത്ത് മാത്രം പഠിച്ച് നിർത്തരുത്, ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, ജീവിതത്തിൽ പകർത്ത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയാൻ, وذكر الآجري من حديث أم الدرداء عن النبي صلى الله عليه وسلم قال ما من ميت يقرأ عليه سورة ياسين إلا هون الله عليه. علامة قرطبي തങ്ങൾ ജവാമിഉൽ കലിമിൽ ബഹുമാനപ്പെട്ടവർ അവരുടെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, മാ മിൻ മയ്യിത്തിൻ, ഏതൊരു മയ്യിത്തും യുഖറഉ അലൈഹി സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ ഓതപ്പെട്ടാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അവർക്ക് അല്ലാഹു ആശ്വാസം നൽകാതിരിക്കുകയില്ല. ആശ്വാസം അല്ലാഹു നൽകും. അതുകൊണ്ട് ഉമ്മയുടെ പേരിൽ ഒരു യാസീൻ ഓതുക, വാപ്പയുടെ പേരിൽ ഒരു യാസീൻ ഓതുക, അല്ലെ? മരിച്ചുപോയ വല്യമ്മാന്റെ പേരിൽ, വല്യപ്പാന്റെ പേരിൽ, മരിച്ച ഭർത്താവിന്റെ പേരിൽ, മരിച്ച ഭാര്യയുടെ പേരിൽ ഒരു യാസീൻ ഓതുക. അവർക്ക് ആശ്വാസമാവട്ടെ, അതവർക്ക് ഉപകരിക്കും, അവർക്ക് ഉപകാരം കിട്ടും, അല്ലാഹു ആശ്വാസം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഖുർആൻ മുഫസ്സിരീങ്ങളോട് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആയിഷ ബീവി പറയാൻ, ഇമാം തുർമിദി തങ്ങൾ നവാദിറുൽ ഉസൂൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ തശ്ഫഉ ലിഖാരിഇഹാ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, തശ്ഫഉ ലിഖാരിഇഹാ, അത് ഓതുന്ന ആൾക്ക് ആ സൂറത്ത് ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവേ, എന്നെ കൊണ്ടു നടന്ന ആളാ റബ്ബേ, യാസീൻ രാവിലെ വൈകുന്നേരം ഓതാറുള്ള ആളായിരുന്നു പടച്ചോനെ, അല്ലാഹുവേ അയാളെ നീ നരകത്തിലേക്ക് എറിയല്ല, എന്റെ ശഫാഅത്ത് നീ അയാൾ സ്വീകരിക്കണമേ എന്ന് ഈ സൂറത്ത് പറയും. വയഗ്ഫറു ലിമുസ്തമിഇഹാ, കേൾക്കുന്ന ആൾക്കും ആ സൂറ കാരണം പൊറുക്കപ്പെടും. കേൾക്കുന്ന ആള് ഒരു സദസ്സിൽ പോയിരുന്നു, മയ്യിത്ത് വന്നതാന്ന് വിചാരിക്കുക, ഇസ്ലാമിക് സെന്ററിൽ. അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതി ദ്വാരക്കാൻ, പടച്ചോനെ എനിക്ക് യാസീൻ അറിയില്ലല്ലോ, എന്നാലും ഇരുന്നൊന്ന് കേട്ടേക്ക്. കാണാതെ അറിയില്ല, മനപ്പാടില്ല, എന്നാലും മുസ്തമിഇഹ, ആ ഓതുന്നത് കേട്ടിരിക്കുക. ഓതാൻ കഴിയാത്ത ആളാണ്, പഠിച്ചിട്ടില്ല എന്ന് കേട്ടിരിക്കുക. ആ കേൾക്കുന്ന ആൾക്ക് പൊറുക്കപ്പെടുകയും ഓതുന്ന ആൾക്ക് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂറ. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ, ഖുർആനിൽ അങ്ങനെ ഒരു സൂറയുണ്ട്, അലാ വഹിയ സൂറത്തു യാസീൻ, ആ സൂറക്ക് യാസീൻ എന്നാണ് പറയപ്പെടുന്നത്. തുദ്ആ ഫി തൗറാത്തി അൽ മുഇമ്മ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിൽ ഇതിന് സമാനമായ ഒരു പരാമർശം വന്നപ്പോൾ അല്ലാഹു ഈ യാസീനെ കുറിച്ച് പറഞ്ഞ ഭാഗം അൽ മുഇമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖീല, നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ മുഇമ്മ, എന്താണ് മുഇമ്മ എന്ന് പറഞ്ഞാൽ? തഉമ്മ സാഹിബഹാ ബിഖൈരിദ് ദുനിയ, ഈ ലോകത്തെ സർവ്വ ഖൈറുകളും ഒരാൾക്ക് വ്യാപിച്ചു കൊടുക്കുന്ന, ഒരാൾക്ക് പരത്തി കൊടുക്കുന്ന, ഒരാളെ മുഴുവനും ഉൾക്കൊള്ളുന്ന, ആം എന്ന് പറയില്ലേ, പരസ്യമായത്, എല്ലാവരെയും ബാധിക്കുന്നത്, അങ്ങ് പൊതിയുന്നത്, ആ ഒരർത്ഥം ഈ യാസീന് അൽ മുഇമ്മ എന്ന് പറയപ്പെടാറുണ്ട്. യാസീനിൻ അദ്ദാഫിഅ, ബലാ മുസീബത്തിനെ തടുക്കുന്നത്, വൽ ഖാദിയ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്നർത്ഥത്തിൽ യാസീന് മുഇമ്മ എന്നും ദാഫിഅ എന്നും ഖാദിയ എന്നും പേരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഓതുന്ന സൂറത്താണ്, ഇങ്ങനെയൊക്കെ പുണ്യമുള്ള ഒരു സൂറത്താണെന്ന് മനസ്സിലാക്കുക. قال ابن عباس رضي الله تعالى عنه, അസറാണ്, ഹദീസല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഇബ്നു അമ്മാൻ, അവരുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പറയാണ്, അവരിത് പറയുന്നത് നബി തങ്ങളിൽ നിന്ന് കേട്ടതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ആണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ ഖൗലുകൾ ഹുജ്ജത്താണെന്ന് പറയാൻ കാരണം. ഒരു സ്വഹാബിയും താൻ ഇഷ്ടം പറയില്ല, നബി തങ്ങളിൽ നിന്ന് കേട്ടതോ അറിഞ്ഞതോ അവർ പറയുക. അവർ പറഞ്ഞു തരാണ് എന്ത്? മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു, നേരം വെളുത്തപ്പോൾ യാസീൻ ഓതി. ഒന്നുമില്ല, വണ്ടിയിൽ പോവാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്.
നമ്മൾ എത്തിസ്ഥാനത്തിൽ പോയി ഒരു ബില്ല് പേയ്മെന്റ് ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിയറൻസിന് നമ്മൾ എമിഗ്രേഷനിൽ ചെന്നു, ഒന്നുമില്ല, ഒരു ടോക്കൺ എടുത്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ല ഒരു വിസ പ്രോസസിങ്ങിന് പോയിരിക്കുകയാണ്. ഭയങ്കര ബോറൻ പരിപാടിയാണ് ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. അത് എയർപോർട്ട് കാത്തിരിക്കുകയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കാക്കുകയാണെങ്കിലും എവിടെ കാത്തിരിപ്പ് വല്ലാത്ത മുഷിപ്പാണ് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അരമണിക്കൂറുണ്ടോ, യാ അല്ലാഹ് എനിക്ക് മിനിമം 4 യാസീനെങ്കിലും ഓതാലോ. അരമണിക്കൂറുണ്ടോ, ഞാനിതാ ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്വലാത്തുൽ ഇബ്രാഹിമിയെ ചൊല്ലാണ്, അല്ലെങ്കിൽ ഞാൻ ആയത്തുൽ കുർസി ഓതുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ ദുആഉൽ ഖർബ് ചൊല്ലുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, ഞാനൊരു അൽഹംദുലില്ലാഹ് എന്നൊരു 100 പ്രാവശ്യം ചൊല്ലട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 500 പ്രാവശ്യം. സമയമുണ്ടല്ലോ. ഈ ക്യൂല് നിൽക്കുന്ന സമയത്ത് ആ സമയം ഉപയോഗപ്പെടുത്തുക. വാഹനത്തിൽ ഇരിക്കാൻ, പെട്ടെന്ന് ട്രാഫിക് ജാം, അതൊക്കെ പ്രതീക്ഷിക്കാലോ. കുറെ സമയം സിഗ്നലിൽ വെയിറ്റ് ചെയ്യാൻ, കുറഞ്ഞ നേരം കിട്ടിയിട്ടുണ്ട്, എന്നാ കുറച്ച് ദിക്റങ്ങ് ചൊല്ലിയേക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ള സമയമാണ്. ഖുർആന്റെ ഒക്കെ CD-കളോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ USB-കളൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. യാത്രയിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഹനത്തിൽ ഒരുപാട് നമുക്ക് സമയം ഉപയോഗിക്കാൻ പറ്റും. കേട്ടുകൊണ്ട് ആ സമയം മുതലെടുക്കാൻ പറ്റും. സൂറത്ത് യാസീൻ രാവിലെ ഓതുകയാണ്, ഡ്യൂട്ടിക്ക് പോവാൻ, നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനത്തെ ഓടിച്ചു പോകണം, മിനിമം ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ആ പോകുന്ന പോക്കിൽ രാവിലെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, ഒരു യാസീൻ ഓത്, റൂമിലേക്ക് എത്തുമ്പോഴേക്കും യാസീനായി. അത് ഓതിക്കഴിഞ്ഞാൽ ഹീന യുസ്ബിഹു നേരം പുലരുമ്പോൾ യാസീൻ ഓതിയാൽ വഅതിയ യുസ്റ യൗമിഹി ആ ദിവസത്തിന്റെ ആശ്വാസം അയാൾക്ക് നൽകപ്പെടുമെന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹീന യുംസി അയാള് ആ വൈകുന്നേരം ആകുന്നത് വരെ. രാവിലെ നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ ഈ ജോലി വലിയ ടെൻഷനാണല്ലോ, ഭയങ്കര ടെൻഷനാണ് എല്ലാവരുടെ ജോലി. ഞാൻ വിചാരിക്കും എന്റെ ജോലി ആയിരിക്കും ഭയങ്കര പ്രയാസമാണ്, കുട്ടികളെ പഠിപ്പിക്കലും സ്കൂളിലും. വേറെ അക്കൗണ്ടന്മാരെ നോക്കും, പഠിച്ചെന്ന ഒരു അക്കന്മാരെ ശമ്പളം പോയി പോകും. ഓരോരുത്തരുടെ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഒരു എഫ്തീരിയക്കാരൻ ചിന്തിക്കുന്ന പഠിച്ചോളം എന്റെ അത്ര അതാപുള്ള ഒരു ജോലി ലോകത്തുണ്ടാവില്ല എന്ന്. ഒരു ഹൗസ് ഡ്രൈവർ ആയിരിക്കുന്ന ഒരു സാധു വിചാരിക്കുക, റബ്ബെ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഏർപ്പാട് ഞാനല്ലാതെ ലോകത്ത് ഒരാളും അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക, എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. സത്യത്തിൽ ഓനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. നമ്മളൊക്കെ ഈ ജോലിയിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ. നേരം വെളുത്തൊരു വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് റാഹത്താവണം അല്ലേ. കൂടെയുള്ള കൊളീഗ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് ടീം, നമ്മുടെ ലൈൻ മാനേജേഴ്സ്, നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ മേലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, നല്ല പെരുമാറ്റം. നമ്മുടെ ജോലി മര്യാദയ്ക്ക് നമ്മൾ ചെയ്യേ പറ്റൂ കേട്ടോ. നമ്മൾ ജോലി ചെയ്യാതെ ഖുർആൻ ഓതാൻ പോയിരിക്കരുത്. ജോലി അള്ളാഹുവിന് വേണ്ടി ആ മുതലാളിയുമായി നമ്മൾ ഏറ്റെടുത്ത കരാറാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുക ഖുർആൻ ഓദിക്കോ. ജോലി മാറ്റി വെച്ചിട്ട് നേരെ പള്ളിയിൽ പോയിട്ടിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിസ്കരിക്കാൻ പറ്റൂല ഈ കമ്പനിയിൽ? നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ചോദിക്കുന്ന വളവന്മാരുണ്ട്. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇബാദത്ത് ഇതിന്റെയൊക്കെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വിഘാതമായിട്ടൊന്ന് ചെയ്തുകൂടാ. നമ്മളെ ചെയ്യുന്ന ജോലി ഇബാദത്താണ്. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്തല്ലേ, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ടെൻഷൻ, റബ്ബേ ഇന്ന് ചെന്നിട്ട് ഒരു കാര്യമായ ഒരു ചീത്ത പറച്ചിലൊന്നും ഇല്ലാതെന്ന് രക്ഷപ്പെട്ട് കിട്ടണം. യാസീൻ ഓതിട്ട് പോയി നോക്കി. ജോലിക്ക് പോകുമ്പോ യാസീൻ ഓതുക, അല്ലെങ്കിൽ ഒരു ആയത്തുൽ കുർസി ഓതി പോവുക. യാസീൻ പരീക്ഷിച്ചു നോക്കി. നാളെ മുതൽ തുടങ്ങി. എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കല്ലേ, അത് ഇല്ലാത്തവരിൽ തുടങ്ങി. ഉള്ളവരെ എന്തായാലും ഓതുക. ആ ഒരു പ്രഭാതത്തിൽ യാസീൻ ഓതി ഇറങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലാഹു തആല പ്രയാസങ്ങളൊക്കെ അയാളെ അകറ്റിത്തരും. വമൻ ഖറഅഹാ ഫീ സ്വദ്രി ലൈലതിഹി ഉഅതിയ യുസ്റ ലൈലതിഹി ഹത്താ യുസ്ബിഹ. രാത്രിയായി കഴിഞ്ഞ് യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അല്ലാഹു ആശ്വാസം തരും. അല്ലാഹു ആശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ. യഹ്യ ഇബ്നു അബീ കസീർ റഹ്മഹുല്ലാഹ് അവർ പറയാണ്, ബലഗനി ഒരുപാട് ആലിമീങ്ങളിൽ നിന്ന് എന്റെ അനുഭവം ഇങ്ങനെയാണ്. മൻ ഖറഅ സൂറ യാസീൻ, യാസീൻ ഓതുന്ന ആളുകൾ ലൈലൻ രാത്രി യാസീൻ ഓതി കഴിഞ്ഞാൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ നേരം പുലരുന്നത് വരെ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ സന്തോഷമില്ലാത്ത ആളുകളുണ്ടാവും.
റൂമിൽ ചെന്ന സന്തോഷമില്ല. അങ്ങനെ ഈ വീട്ടിൽ സന്തോഷമില്ലാതിരിക്കുമ്പോഴാണ് ഒരുപാട് പുതിയാപ്പിളമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് സമയം വൈകി പുരയിലേക്ക് എത്തുന്നത്. നേരം വൈകി പുരയിലേക്ക് എത്താൻ ഒരു കാരണം അതാണെന്നാണ്. അവിടെ ചെന്നിട്ട് എന്റെ പെണ്ണുങ്ങളുടെ മുഖം കാണണ്ടേ, അവളുടെ വർത്തമാനം കേട്ടാൽ എനിക്ക് തലപ്പിരാന്ത് വന്നു, അതുകൊണ്ട് കുറെ നേരം അവൾക്കൊന്ന് ഉറങ്ങാനാവട്ടെ, അപ്പം കയറി ചെല്ലാം. ഒരു സമാധാനം പുരക്കില്ലാത്തവര്, പുരയിൽ സമാധാനമില്ലാത്തവര് നിരന്തരമായി പൊതുപ്രവർത്തനങ്ങൾ ഇറങ്ങാറുണ്ട്. ചില പൊതുപ്രവർത്തകരിൽ അങ്ങനെ കാണാറുണ്ടെന്നാണ്, ഒരു എസ്കേപ്പിംഗ് നേച്ചർ. എന്താ വെച്ചാൽ പുരയിൽ വല്ല സമാധാനമൊന്നുമില്ല, എന്നാ പിന്നെ നമ്മൾ KMCC ആയിട്ട് നടക്കുക. അങ്ങനെയല്ല, എല്ലാം വേണം. KMCC വേണം, പൊതുപ്രവർത്തനം വേണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം. എസ്കേപ്പ് ചെയ്യും പുരയിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മുഴുവൻ സമയം നാട്ടുകാരൊപ്പം പുരക്കാരൊപ്പം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്, അതൊക്കെ അതിജീവിക്കാൻ പറ്റണം. യാസീൻ ഓതി നോക്കുക, അതൊരു ശിഫാഇന്റെ കാരണമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിട്ടും ഹൃദയത്തിന് ശാന്തിയായിട്ടും വിശുദ്ധ ഖുർആനിൽ ശിഫയായിട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ദുൽമ ചെയ്യുന്നവർ, അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകൾക്ക് പരാജയമേ അല്ലാഹു വരുത്തി വെക്കുകയുള്ളൂ. അവസാനം പരാജയത്തിലേക്കാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ എപ്പോഴും ശിഫയാണ്, എപ്പോഴും ആശ്വാസമാണ്, അവർക്ക് പ്രയാസമില്ല. ആ ആശ്വാസം കിട്ടാനുള്ള ഒരു കാരണം യാസീൻ ഓതലാണെന്ന് യഹ്യ ഇബ്നു അബീ കസീർ റഹ്മഹുല്ലാഹ്. നേരം വരുന്നവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാകും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ആക്കി തരാൻ. മിൻ ബുയൂതികും സകനാ, വീടിന്റെ ഉള്ളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വീട് വലിയ പെയിന്റ് അടിച്ചിട്ടൊന്നും പുരയിൽ സമാധാനം കിട്ടൂല. പുരയിൽ 4 ബെഡ്റൂം ഉണ്ട്, അതൊന്നുമല്ല സമാധാനത്തിന്റെ കാരണം. വല്ലാഹു അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നത്. എന്തൊരു അത്ഭുതമുള്ള ആയത്താണ്. അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ്. ചിരിപ്പിക്കുക, സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതമാണ്. ഈ കൊമേഡിയൻസ് ഒക്കെ അള്ളാഹുവിനോട് ഭയങ്കര നന്ദി ചെയ്യണമെന്ന് അവര് പറയുന്ന ഈ കോമഡി ജനങ്ങൾക്ക് തിരിയുന്നത് അള്ളാഹു ജനങ്ങളുടെ ബ്രെയിനിൽ ചെയ്ത പ്രോഗ്രാമിംഗ് കാരണത്താലാണ്. അല്ലെങ്കിൽ ഇവൻ തമാശ പറയുന്നു, ആർക്കും ചിരിക്കാൻ വരുന്നില്ല, എന്ത് ചെയ്യും? കൊമേഡിയൻസ് ഒക്കെ പണി കൂട്ടി പോണ്ടി വരില്ലേ? അള്ളാഹുവാണ് ചിരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള ആശ്വാസത്തിനുള്ള വക തരുന്നത് ആരാ? അള്ളാഹു ജല്ല ജലാലുവാണ്. അപ്പൊ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ ആശ്വാസം ഉണ്ടാവുക. അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ സമാധാനവും ചിരിക്കാനും നമുക്ക് ആശ്വസിക്കാനും വകയുണ്ടാവുക. അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി പുരയിൽ യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അവർക്ക് ആ വീട്ടിൽ അല്ലാഹു സന്തോഷത്തിലാക്കും. വമൻ ഖറഅഹാ ഹീന യുസ്ബിഹ് ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ സന്തോഷം, ഫറഹ് അല്ലാഹു നൽകും, സന്തോഷം തരും. വഖദ് ഹദ്ദസനി മൻ ജറബഹാ. ഇത് പരീക്ഷിച്ച ചില ആളുകൾ എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹ്മഹുല്ലാഹ് പറയാം. ഇമാം സഅലബി തങ്ങളും ഇബ്നു അത്തിയയും പറഞ്ഞു, വയസദ്ദിഖു ദാലിക തജ്രിബ. ഇത് അനുഭവമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടിലൊന്നും സന്തോഷമില്ലാത്ത അവസ്ഥയാണ്. ഒന്ന് യാസീൻ ഓതി, യാസീൻ ഓതുക. ഇന്നലെ ദുബൈയില് ക്ലാസ് ഉണ്ടായിരുന്നു കുടുംബ വിഷയത്തെ സംബന്ധിച്ച്. അതിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ ഉലമാവ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക എന്നാണ്. പുരക്കാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക. കുറച്ചു നേരം ഖുർആനിന്റെ 4/1 ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരുമിച്ച് ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് എല്ലാം കൂട്ടി വെച്ചു, മറ്റ് എല്ലാ ഡിവൈസുകളും ക്ലോസ് ചെയ്തു, മൊബൈലൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും. അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ഒരുമിച്ച് ഖുർആൻ ഓതുക. പുറകെ സന്തോഷം ഉണ്ടാവും. ഒരുമിച്ച് ദിക്ർ ചൊല്ലുക. വാപ്പ ദിക്റുണ്ട്, ഉമ്മ അവിടെ സീരിയലിന്റെ മുമ്പിൽ. അങ്ങനെയല്ല, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളും ഒരുമിച്ച് നിസ്കരിക്കുക.
ഇതൊക്കെ ഉണ്ടായാൽ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹു ആശ്വാസം തരുന്നതാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ മക്കളെ ചൊല്ലി, മക്കളുടെ പെരുമാറ്റത്തെ ചൊല്ലിയൊക്കെ വിഷമിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം ഇതാണ്. സൂറ യാസീൻ വീട്ടിൽ ഓതുക. പാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് ഓതി. മക്കളെ ഓതാൻ പറ്റുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഒരു യാസീൻ ഓതുക. 10 മിനിറ്റല്ലേ വേണ്ടു. 5 മിനിറ്റ് 6 മിനിറ്റ് മാക്സിമം ഒരു 15 മിനിറ്റ് തന്നെ കൂട്ടിക്കോളൂ. അള്ളാഹുവിന് വേണ്ടി 24 മണിക്കൂർ എന്നൊരു 15 മിനിറ്റ് അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി നമുക്ക് മാറ്റിവെച്ചുകൂടെ? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. മഹാനായ ഇമാം സഅലബി തങ്ങളും ഇബ്നു അത്തിയ്യ തങ്ങളും പറയാണ്, ഇത് മുജറബ, ഇത് പരീക്ഷിച്ച് വിജയിച്ച് അനുഭവിച്ച സംഗതിയാണ്. അപ്പോ മിനിമം 2 യാസീനെങ്കിലും പോകാൻ നമുക്ക് ഏകദേശം തരപ്പെട്ട് കഴിഞ്ഞു. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇന്ന് മഗ്‌രിബിന് ശേഷം ഒരു യാസീൻ ഓതിയ ആൾക്കാരും കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മതി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത് തുടർന്ന് കൊണ്ടുപോകാനും തുടങ്ങാത്തവർക്ക്, പറ്റാത്തവർക്ക് ഇനി അതിന് അവസരം ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നിലനിർത്തി കൊണ്ടുവരാം. അത് വലിയ സന്തോഷം. അത് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അബുദാബിന്ന് ജോലിക്ക് മതിയാക്കി വല്ല തായ്ലാന്റിലോ വല്ല കാലിഫോർണിയ എവിടെയെങ്കിലും പോയിട്ട് പെട്ടുകഴിഞ്ഞാൽ ഈ ബന്ധവും വിർദും ദിക്റുകളും സ്വലാത്തും ഖുർആനൊക്കെ നമ്മളങ്ങ് നിന്നുപോയാൽ അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്കിത് അറിയില്ല. അതൊന്നും ഞാൻ ഡെയിലി ഓതുന്നുണ്ടല്ലോ. പക്ഷെ ആ ഓതുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസം എത്രയാണെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അതങ്ങ് നിന്നു കഴിഞ്ഞാൽ അപ്പോഴതിന്റെ വേദന മനസ്സിലാവുക. അള്ളാഹ്, ഞാൻ എന്തൊരു റാഹത്തിലായിരുന്നു, ഇപ്പൊ അതങ്ങ് നഷ്ടപ്പെട്ടപ്പോ സഹിക്കാൻ വയ്യല്ലോ. എപ്പോഴും ഏതൊരു വിഷയവും നഷ്ടപ്പെടുമ്പോഴാണ് ബോധ്യപ്പെടുക. വലിയ ആശ്വാസം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെന്നാണ്. ആ ആശ്വാസം നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ ഹദസന മുഹമ്മദ് ഇബ്ൻ അബി സ്വൽസ് അൻ ഉമർ ബിൻ സാബിത് അൻ മുഹമ്മദ് ബിൻ മർവാൻ അൻ അബി ജഅഫർ റഹിമഹുല്ലാഹ്. മഹാനായ അബൂ ജഅഫർ തങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായ ശിഫാഇന്റെ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. ഖാല മൻ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, ഹൃദയത്തിൽ കാഠിന്യം ഒരാൾക്ക് തോന്നിയാൽ, ഹൃദയത്തിൽ ഭയങ്കര കാഠിന്യം, ഒരു ദയ തോന്നുന്നില്ല, ഉമ്മയോടും വാപ്പയോടൊന്നും ഒരു ആദരവും ബഹുമാനവും അവരോടൊരു സ്നേഹവും, വാപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിച്ച കാലം മറന്നിട്ടുണ്ട്, എന്നാ കൂട്ടുകാർക്കും ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും വിളിച്ചിട്ടേ ഇല്ല. കസാവത്തുണ്ടെന്ന ഹൃദയത്തിൽ എന്തോ ഒരു കാഠിന്യമുണ്ട് എന്നതിനർത്ഥം. കസുവത്ത് ഇതൊരു അസുഖമാണ്. ഹൃദയം ഉറച്ചു പോവുക, കരുണ തോന്നാതിരിക്കുക. ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ, നമ്മുടെ പല മീഡിയകളും, നമ്മള് ഫേസ്ബുക്കും മറ്റ് കിതാബുകളൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതിലൊക്കെ വളരെ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ പച്ചയിൽ ആളുകൾ ഫോർവേഡ് ചെയ്യും. വീഡിയോ, ഒരാളെ കൊല്ലുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് കൊടുത്തുവിടും. ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരെ ഈ ഫോർവേഡിന് കിട്ടുന്ന അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയേക്ക്. കൽബിന്റെ ഉള്ളിലെ കസുവത്ത്, ഹൃദയത്തിൽ കാഠിന്യം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ലാതായിട്ട് മാറും. നിരന്തരമായി ഇപ്പൊ വീഡിയോ ചാനലുകാർ, TV ചാനലുകാർ അവരത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കിട്ടുന്നതൊക്കെ പുറത്തുവിടുന്ന കാലാണിത്. ഏതാണ് പുറത്തു വിടേണ്ടത്, മനുഷ്യന് കാണാവുന്നത്, ഏതാണ് കാണാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരു സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടേ ഇന്നില്ല. ഹൃദയങ്ങൾ കടുത്തുപോകുന്നതാണ്, ഹൃദയങ്ങൾക്ക് കാഠിന്യം വരും. ആ ഒരു നൈർമല്യവും ഹൃദയത്തിന്റെ ലോലതയും നഷ്ടപ്പെടും. മൻ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, മഹാനായ അബൂ ജഅഫർ റഹിമഹുല്ലാഹ് പറയാണ്, ഹൃദയത്തിൽ അങ്ങനെ കാഠിന്യമുള്ള ആളുകൾ, ഒരു ദയയും തോന്നുന്നില്ല, ഭയങ്കരമായ കാഠിന്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഫൽയക്തുബ് യാസീൻ ഫീ ജാമിൻ ബിസഅഫറാനിൻ ثم യശ്റബു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാതായി പോയ സംഗതിയായത്. സൂറ യാസീൻ എഴുതുക. എവിടെ? ഫി ജാം, ജാം എന്ന് പറഞ്ഞ ഒരു സഫഹ, ഒരു പ്ലേറ്റിൽ. ബിസഅഫറാനിൻ, സഅഫറാൻ കുങ്കുമത്തിന്റെ പൊടിയെടുത്ത് കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് യാസീൻ അങ്ങ് എഴുതുകയും ثم يشربه, അത് വെള്ളത്തിൽ ചാലിച്ചത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ കാഠിന്യം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് മഹാനായ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരോട് വരുന്ന രോഗികളോട് നിർദ്ദേശിക്കുമായിരുന്നു. അപ്പൊ നമ്മളൊന്നും ഇതൊന്നും ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കാരുണ്ടാക്കിയതാണ് അങ്ങനെ മനസ്സിലാക്കരുത്. ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്തതിന്റെ പേരിലോ നമ്മൾ അറിയാറില്ല. സഅഫറാന് കൊണ്ട് ഖുർആൻ ഓതി കുടിക്കുക എന്ന് പറയുന്നത് ശിഫാഇന്റെ ഒരു മാർഗമാണ്.
അത് ഷിഫായിന്റെ ഒരു കാരണമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം മഹാന്മാർ ഇത് ചെയ്യാൻ നിർദ്ദേശിച്ചത് കൊണ്ടാണ്. യാസീൻ, വിശേഷിച്ചും യാസീൻ ജഅഫ്റാൻ കൊണ്ട് എഴുതി അത് തുമ്മ യശ്റബു, അത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ വിശുദ്ധ വചനങ്ങളുടെ മഹത്വം കൊണ്ട് അല്ലാഹു തആല ഹൃദയത്തിന്റെ ഖസാവത്ത് നീക്കിക്കൊടുക്കും എന്ന് പറഞ്ഞത് മഹാനായ അല്ലാമ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇത് ഇമാം തുർമിദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് പണ്ഡിതനാണ് ഇമാം തുർമിദി തങ്ങൾ നവാദുൽ റസൂൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നിഷേധിക്കാൻ പോകരുത്. ഏതൊരു കാര്യം നിഷേധിക്കുക, ഇല്ലാത്തതാണ്, അത് കളവാണ്, നുണയാണ്, ഇതൊക്കെ പറയാൻ ഒരുപാട് തവണ ആലോചിക്കണം. പെട്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയരുത്. അത് വെറുതെ പണ്ഡിതന്മാരുണ്ടാക്കുന്ന, അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വരിക എന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. ഒരു വിഷയത്തെ നിഷേധിക്കണമെങ്കിൽ ആ വിഷയവുമായി ചുറ്റിപ്പറ്റിയ ഒരുപാട് ഇൽമ് വേണം. അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ്, അതിന്റെ ഉലമാഇന്റെ ബലാബലങ്ങൾ, ഫുഖഹാഇന്റെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ വിഷയം